അസ്സലാമു റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാനിലേക്ക് എല്ലാ ദീനീ സ്നേഹികൾക്കും ഹാർദമായ സ്വാഗതം. അൽഹംദുലില്ലാ, എല്ലാ വർഷത്തെയും പോലെ ബഹുമാനപ്പെട്ട ഉസ്താദ് എം നൗഷാദ് ബാക്കവി അവർകൾ അൽബയാൻ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. കരുണക്കടലായ റബ്ബേ, രാജസയ്യിദായ പടച്ചവനെ, റഹ്മത്തിൻ്റെ 10 ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾക്ക് നീ കാരുണ്യം ചൊരിയണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണം പടച്ചവനെ. ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഈ പാതിരാത്രി ഈ ഇബാദത്തൊക്കെ ചെയ്ത് ക്ഷീണിച്ച് ഈ പ്രോഗ്രാം കണ്ട് അമലുകൾ ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ സഹോദരിമാർക്ക് മുഴുവനും റമളാനിൻ്റെ പൊരുത്തം അനുകൂലമാക്കി കൊടുക്കണേ റഹ്മാനെ. സ്വല്ലി അല നബി മുഹമ്മദിൻ വആലിഹി വസഹബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജയ്ഹിന്ദ് ടി വിയിലെ സ്നേഹസമ്പന്നരായ പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, സഹോദരങ്ങൾക്ക് അൽ ബയാൻ എന്ന മനോഹരമായ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞത് എന്താണ്? ആ പുരോഹിതൻ പറഞ്ഞതുപോലെ സംഭവിച്ചു ബിലാലെ. പ്രവാചകൻ വന്നു. ഈ ലോകത്തെ, ആകാശത്തെ, ഭൂമിയെ, പ്രപഞ്ചത്തെ പടച്ചത് ഏകനായ ഒരു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പ്രവാചകൻ മനുഷ്യർക്കിടയിൽ നിന്ന് ഉദയം ചെയ്തിരിക്കുകയാണ്. ബിലാൽ ചോദിച്ചു, അത് ആരാണ്? അല്ലമീനെ നിനക്കറിയില്ല? അബ്ദുള്ളയുടെ മകൻ, ആമിനയുടെ മകൻ, ഒരു കളവും പറഞ്ഞിട്ടില്ല, നല്ല സത്യസന്ധൻ, ആർക്കും ഒരു എതിരഭിപ്രായമില്ല. ശരിയാണ്. ബിലാൽ പറഞ്ഞു, അത് തന്നെയാണ് ഏറ്റവും അർഹതപ്പെട്ടയാൾ. നീ വിശ്വസിക്കൂ ബിലാൽ, നീ വിശ്വസിക്കൂ. ഞാൻ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് വന്നത്. ഇന്നു മുതൽ എൻ്റെ യജമാനൻ അള്ളാഹുവാണ്. എനിക്കൊരു ദൂതനുണ്ട്, പ്രവാചകനുണ്ട്, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നീ വിശ്വസിക്കൂ ബിലാൽ. ബിലാൽ പറഞ്ഞു, ഞാൻ വിശ്വസിക്കില്ല. എന്തേ ബിലാൽ നീ ഇങ്ങനെ പറയുന്നത്? ഇല്ല, എനിക്കൊരു യജമാനനുണ്ട്, അത് ഉമയ്യത്താണ്. ഉമയ്യത്ത് പറയുന്നതിനപ്പുറം ഞാൻ ചെയ്താൽ, ഉമയ്യത്ത് പറയാതെ മറ്റെന്തെങ്കിലും ഞാൻ ചെയ്താൽ ഉമയ്യത്തൻ്റെ കൈയും കാലും വെട്ടിയെരിയും. ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നറിഞ്ഞാൽ ഉമയ്യത്തൻ്റെ തല വെട്ടും, ഉമയ്യത്തന്നെ കൊന്നുകളയും, മരുഭൂമിയിൽ കൊണ്ടുപോയി ഉമയ്യത്തന്നെ ആക്രമിക്കും. ഞാൻ യജമാനൻ്റെ അടിമയല്ലേ? എൻ്റെ ദൈവം, എൻ്റെ യജമാനൻ ഉമയ്യത്തല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ എന്താണ് ബിലാലെ ഈ പറയുന്നത്? മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ എന്തിനാണ് വന്നത് എന്ന് നിനക്കറിയുമോ? അത് കേവലം ഒരു ആമിനായുടെ മകനല്ല, കേവലം ഒരു അബ്ദുള്ളയുടെ മകനല്ല. ഈ ലോകം തന്നെ പടയ്ക്കുന്നതിന് കാരണം ആ മുഹമ്മദായിരുന്നു എന്നാണ്. ആ മുഹമ്മദ് ഈ ലോകത്തേക്ക് വന്നത് അടിമച്ചങ്ങലകളെ വലിച്ചു പൊട്ടിക്കുന്നതിന് വേണ്ടിയാണ്. അടിമപ്പാളയത്തിൽ നിന്ന് ഷഹാദത്ത് കലിമ ഉയരുന്നതിന് വേണ്ടിയാണ്. അല്ലയോ ബിലാലെ, നിനക്ക് ചിരിക്കണ്ടേ ബിലാലെ? നിനക്ക് ജീവിക്കണ്ടേ ബിലാലെ? നീ ഒരു മനുഷ്യനല്ലേ ബിലാലെ? നിനക്ക് സ്വാതന്ത്ര്യം വേണ്ടേ ബിലാലെ? എന്നും ഇങ്ങനെ ഈ മനുഷ്യനാകുന്ന ഉമയ്യത്തിൻ്റെ അടിമയായി നീ ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? ഉമയ്യത്തിന് മാത്രം മതിയോ ജീവിതം? നീ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവിടെ അടിമകളും ഉടമകളുമില്ല, എല്ലാവരും തുല്യരാണ്. അവിടെ അടിമപ്പാളയങ്ങളില്ല. ഇസ്ലാം മതം സ്വീകരിക്കുന്നതോടുകൂടി അടിമച്ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കപ്പെടുകയാണ്. അവിടെ പിന്നെ മുതലാളിയില്ല ബിലാലെ. നിന്നെപ്പോലെയുള്ള ആയിരക്കണക്കിന് അടിമകൾക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ബിലാലെ, നീ ഇസ്ലാം മതം സ്വീകരിക്കണം ബിലാലെ, നീ മുസ്ലിം ആകണം ബിലാലെ. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സ് മാറി. ബിലാലിൻ്റെ കണ്ണ് നിറഞ്ഞു. ശരിയാണ്, എനിക്ക് ജീവിക്കണമല്ലോ. ഞാൻ എന്തിനാണ് ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ട് എൻ്റെ ജീവിതം നശിപ്പിക്കുന്നത്? ഞാനൊരു യുവാവല്ലേ. ഞാൻ എത്രയോ കാലം കഷ്ടപ്പെട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ആരോഗ്യം മുഴുവനും ഈ ഉമയ്യത്തിൻ്റെ ആടിനും മാടിനും ഒട്ടകത്തിനും അവന് പാട്ടുപാടാനും അവന് ദാസപ്പണി ചെയ്യാനും വേണ്ടി ഞാൻ ചെലവഴിച്ചില്ലേ? എനിക്കിനി ജീവിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കൈപിടിച്ച് കണ്ണുനീരോടുകൂടി ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു,
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ബിംബമില്ല, ഒരു കല്ലില്ല, ഒന്നുമില്ല, ആരാധനക്കർഹൻ അല്ലാഹുവാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ റസൂലാണെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് ബിലാൽ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, എനിക്കിനി മുഹമ്മദ് നബി ഒന്ന് കാണാൻ പറ്റുമോ? ഇത്രയും വലിയൊരു മഹാൻ, ഈ ലോകത്തെ തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ, നമ്മൾ പണ്ട് അല്ലമീൻ എന്ന് വിളിച്ചിരുന്ന ആ മുഹമ്മദ് എന്ന് പ്രവാചകനാണ്, എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാലെ നിനക്ക് കാണാൻ കഴിയും. നിനക്കിപ്പോൾ ഒരു യജമാനനേ ഉള്ളൂ, അത് അള്ളാഹുവാണ്. നീ അള്ളാഹുവിൻ്റെ അടിമയാണ്, നീ ഉമയ്യത്തിൻ്റെ അടിമയല്ല. തൽക്കാലം ഇത് രഹസ്യമായിട്ടിരിക്കട്ടെ. നാളെ വൈകുന്നേരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിനക്ക് കാണാൻ കഴിയും. ബിലാൽ ചോദിച്ചു, ആ മുഹമ്മദിന് ഇപ്പോഴും ആ സൗന്ദര്യമുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താണ് നീ പറയുന്നത്? സൂര്യൻ തോറ്റുപോകുന്ന, ചന്ദ്രൻ നാണിച്ചു പോകുന്ന അത്ഭുത പ്രകാശമല്ലേ അബ്ദുള്ളയുടെ പൊന്നുമോൻ മുഹമ്മദിൻ്റെ മുഖത്ത്. എന്താണ് മുഹമ്മദുൻ അഷ്റഫുൽ അറാബി വല്ലജമി, മുഹമ്മദുൻ ഖൈറുമൻ യംഷി അലാ ഖദമി. ഭൂമിയിൽ നടന്നുപോയവരിൽ ഏറ്റവും ഉത്തമൻ മുഹമ്മദാണ്. ലോകത്ത് മുഹമ്മദിനെ പോലെ മറ്റൊരു സുന്ദരനില്ല, ലോകത്ത് മുഹമ്മദിനെ പോലെ മറ്റൊരു സൗന്ദര്യവാനില്ല. ബിലാലിനോട് പറഞ്ഞു, നാളെ വൈകുന്നേരം നിനക്ക് കാണാം. ബിലാലിൻ്റെ കണ്ണുകളിൽ അടിമയിൽ നിന്നു മാറിയിട്ടൊരു വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രകാശം തെളിഞ്ഞു വന്നു. അടിമപ്പാളയത്തിൻ്റെ ചെറിയ ഈന്തപ്പന ഓല കൊണ്ട് നിർമ്മിച്ച കൂരയ്ക്കകത്ത് നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അകന്നകന്നകന്നകന്നു പോകുന്നത് ബിലാൽ നോക്കി നിന്നു, നെടുവീർപ്പെട്ടു. നാളെ എനിക്ക് കാണാൻ കഴിയുമോ മുഹമ്മദ് നബിയെ? അതേ, എൻ്റെ ഉമയ്യത്ത് എന്നെ പിടിക്കുമോ? എന്നെ വിടില്ലയോ? എന്നെ കെട്ടിയിടുമോ? എന്നെ ഉപദ്രവിക്കുമോ? അറിയില്ല. ഏതായാലും നാളത്തെ സായാഹ്നത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ബിലാൽ റളിയല്ലാഹു അൻഹു തൻ്റെ കിടക്കയിലേക്ക് പോയി. നാളെ എന്ത് സംഭവിക്കുമെന്ന് നാളത്തെ അൽബയാനിൽ നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും. അൽബയാനിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹികൾക്കും ഹാർദമായ സ്വാഗതം. സുബഹി ബാങ്കിൻ്റെ സമയമാകുന്നതുവരെയും അത്താഴം കഴിക്കാം എന്ന് പറയുന്നത് ശരിയാണോ? സുബൈർ പാലക്കാട് നിന്നുമാണ് ഈ ലെറ്റർ അയച്ച് ചോദിച്ചിരിക്കുന്നത്. സുബഹി ബാങ്കിൻ്റെ സമയമാകുന്നത് വരെയും അത്താഴം കഴിച്ചതുകൊണ്ട് തെറ്റില്ല. പക്ഷേ അവിടം വരെ നമ്മൾ അത്താഴത്തെ നീട്ടിക്കൊണ്ടു പോകരുത്. സുബഹി ബാങ്കിനും മുമ്പ് ഖുർആനിൽ നിന്ന് ഒരു 50 ആയത്ത് നമുക്ക് ഓതാൻ കിട്ടുന്ന സമയമുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്ന് ഒരു 50 ആയത്ത് ഓതാൻ കിട്ടുന്ന സമയത്തിന് മുമ്പ് വരെ നമ്മൾ അത്താഴം കഴിച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഈ ബാങ്ക് കേൾക്കുന്ന സമയം വരെ അത്താഴത്തെ പിന്തിപ്പിച്ച് ബാങ്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കഴിക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾ ഒഴിവാക്കുക. കാരണം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്കിൻ്റെ പേരിൽ നമ്മൾ ആ നോമ്പ് നഷ്ടപ്പെട്ടു പോയാൽ അള്ളാഹുവിൻ്റെ ലോകത്ത് ചെല്ലുമ്പോൾ റമദാനിൻ്റെ ഒരു വിലപ്പെട്ട ദിവസമായിരിക്കും നമുക്ക് നഷ്ടപ്പെട്ടതായി കിതാബുകൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കരുത്. പരമാവധി ബാങ്കിന് മുമ്പ്, പാതിരാത്രിയൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ലത് ബാങ്കിന് മുമ്പ്, തൊട്ട് മുമ്പ് കഴിക്കലാണ്. ഒരു ഖുർആനിൽ നിന്നുള്ള ഒരു 50 ആയത്ത് നമുക്ക് ഓതാൻ കിട്ടുന്ന സമയം, ആ സമയത്തിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, കഴിച്ച് തീർന്ന് വൃത്തിയായിട്ട് നമ്മൾ കാത്തിരിക്കുക. അപ്പോൾ അത്രയും സമയമുണ്ട്. അതിനിടയിൽ നമുക്ക് എന്തെങ്കിലും മിസ്വാക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതല്ല, ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും വെള്ളം കുടിക്കേണ്ടി വന്നാൽ ആ സമയത്ത് നമുക്ക് കുടിക്കുക. ഒക്കെ നമുക്ക് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കൂടി ആ സമയത്ത് കിട്ടും. ഏതായാലും അവസാന ടൈം വരെ നമ്മൾ എത്തട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കാതെ പരമാവധി അവസാന സമയം നമ്മൾ എത്തിക്കേണ്ടത് ബാങ്കിനും 50 ആയത്ത് ഓതുന്നതിന് മുമ്പുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ വരുത്തി വെച്ചിട്ട് വേണം കഴിക്കാൻ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വിത്ർ നമസ്കാരം റമളാനിന് മാത്രമുള്ള പ്രത്യേകതയാണോ? ഈ നിസ്കാരം റമളാൻ മാസത്തിൽ മാത്രമാണ് നമസ്കരിക്കുന്നതായി കാണുന്നത്. അതുകൊണ്ട് ചോദിച്ചതാണ്. ഈ ലെറ്റർ അയച്ചിരിക്കുന്നത് ഹനീഫയാണ്, മാവേലിക്കര നിന്നും. സാധാരണ എല്ലാ വർഷത്തിലെ അൽ ബയാനിലും അൽ ജവാബിലും വരുന്ന അതേ ചോദ്യം തന്നെയാണ് വീണ്ടും ആവർത്തിച്ചു വന്നത്. പക്ഷേ അതിന് ഞാൻ മറുപടി പറയാൻ
തിരഞ്ഞെടുത്തതിൻ്റെ കാരണം എല്ലാവർക്കും ഉണ്ടാകുന്ന എല്ലാ വർഷവും ഉണ്ടാകുന്ന സംശയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സുന്നത്ത് നമസ്കാരങ്ങൾ വളരെ കുറവാണ്. അതാണ് അതിൻ്റെ പ്രധാന പ്രശ്നം. സുന്നത്ത് നമസ്കാരങ്ങൾ വളരെ കുറവാണ്. ലുഹർ, അസർ, മഗ്രിബ്, ഇഷ, സുബഹി എന്ന 5 വഖത്ത് ഫർദ് നിസ്കാരത്തിൽ നമ്മുടെ ജീവിതത്തെ നാം ചുരുട്ടിക്കെട്ടിയിരിക്കുകയാണ്. അതിന് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകൾ എത്രയെന്നോ എത്ര നിസ്കരിക്കണമെന്നോ നമുക്കറിയില്ല എന്ന് മാത്രമല്ല, നമുക്ക് അറിയുമെങ്കിലും നമ്മൾ ചെയ്യാറില്ല. ലുഹാ നിസ്കാരം പോലെ, അവ്വാബി നിസ്കാരം പോലെ, വിത്ർ നിസ്കാരം പോലെ, തഹജ്ജുദ് നിസ്കാരം പോലെ ഇത് വളരെ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സൂചിപ്പിച്ചത്. അതിനേക്കാളേറെ വീണ്ടും ധാരാളം സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അതിലൊക്കെ ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ടാണ് റമളാനിൽ കാണുന്ന ഈ വിത്തറിന് നമുക്കൊരു പുതുമയുണ്ടാകുന്നത്. ഇത് റമളാനിൽ സ്പെഷ്യലാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് തോന്നുന്നത്. കാരണം നമ്മൾ ഈ വിത്തറിനെ കുറിച്ച് കേൾക്കുകയോ പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പള്ളിയിൽ ഇങ്ങനെ തറാവീന് പോകുമ്പോൾ അവിടുത്തെ മുഅദ്ദിൻ സാഹിബോ ഖത്തീബോ അവിത്തറു റഹിമക്കുമുല്ലാ സല്ലു അലൻ നബിയിൽ മുസ്തഫൽ മുഖ്താരി മുഹമ്മദിൻ വ ആലി എന്നിങ്ങനെ പറയുമ്പോൾ ഈ വിത്തർ എന്ന് പറയുന്ന സംഭവം റമളാനിൻ്റെ സ്പെഷ്യലാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നതാണ്. വിത്തർ നിസ്കാരം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുന്നത്താക്കി തന്നിരിക്കുന്നതാണ്. ഒരു വിശ്വാസിയുടെ ഒരു ദിവസത്തിലെ രാത്രിയിലെ അവസാനത്തെ നിസ്കാരം വിത്തറായിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അവന് ഏറ്റവും അവസാനം നിസ്കരിക്കേണ്ടത് വിത്തറായിരിക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് നിസ്കരിക്കുന്ന നിസ്കാരം വിത്തറായിരിക്കുക. റമളാൻ മാസത്തിൽ ആ വിത്തറിന് ഇത്ര ശ്രേഷ്ഠത വരാൻ കാരണം റമളാനിൽ ആ വിത്തർ നിങ്ങൾ പള്ളികളിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുകൊണ്ടും അങ്ങനെ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതിന് കൂലി കൂടുതലുള്ളത് കൊണ്ടുമാണ് റമളാനിൽ ഈ വിത്തറിനെ നമ്മൾ സജീവമായി കാണുന്നത്. അപ്പോൾ റമളാൻ കഴിഞ്ഞാൽ പിന്നെ വിത്തറില്ല എന്ന് കരുതരുത്. തറാവീഹ് പോലെ റമളാനിൻ്റെ പ്രത്യേക നിസ്കാരമാണ് വിത്തർ എന്ന് നിങ്ങൾ കരുതി പോകരുത്. റമളാനിലെ പ്രത്യേക നിസ്കാരം തറാവീഹ് മാത്രമാണ്. വിത്തർ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ തന്നെ പ്രത്യേകമായ നിസ്കാരമാണ്. എല്ലാ ദിവസങ്ങളിലും വിശ്വാസി വിത്തർ നിസ്കരിക്കണം. എല്ലാ മാസത്തിലും നിസ്കരിക്കണം. അവസാനത്തെ നിസ്കാരമായിരിക്കണം രാത്രിയിൽ ഒരു വിശ്വാസിയുടെ വിത്തർ. അത് ഒരു റക്അത്ത് മാത്രമാണെങ്കിലും നിസ്കരിക്കാം. ഒറ്റ റക്അത്ത് വിത്തർ അല്ലാഹു അക്ബർ നിസ്കരിച്ചിട്ട് സലാം വീട്ടാം. ഇനി അതല്ലെങ്കിൽ 3 റക്അത്ത് നിസ്കരിക്കാം. അങ്ങനെ 11 റക്അത്ത് വരെയും വിത്തർ നിസ്കാരം വിത്തർ എന്ന നിയ്യത്തിൽ തന്നെ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി, 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി, അവസാനം 1 റക്അത്തിൽ സലാം വീട്ടുന്ന രീതിയിൽ വിത്തർ അവന് പൂർത്തിയാക്കാവുന്നതാണ്. അള്ളാഹു സുന്നത്ത് നമസ്കാരങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രത അൽബയാനിൻ്റെ പ്രവർത്തകരോട് പറയുന്നു. റമളാൻ കഴിഞ്ഞാൽ കുറച്ച് സുന്നത്ത് നിസ്കാരങ്ങൾ ലുഹാ പോലെ, തഹജ്ജുദ് പോലെ, വിത്തർ പോലെ കൊണ്ടു നടക്കാൻ, ജീവിതത്തിലൂടെ കൊണ്ടു നടക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഇന്ന് നോമ്പ് തുറ എന്ന പേരിൽ മഗ്രിബ് നമസ്കാരത്തെ ഒരുപാട് പിന്തിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിസ്കാരത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം നഷ്ടമായി പോവില്ലേ? ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ച് തരണം. ഈ ലെറ്റർ അയച്ചിരിക്കുന്നത് സൈനുദ്ദീനാണ്, അഞ്ചൽ നിന്നും. ഒരു നന്മയ്ക്ക് വേണ്ടി നമ്മൾ മറ്റൊരു നന്മയെ ഇല്ലാതാക്കാൻ പാടില്ല. ഇപ്പോൾ നോമ്പ് തുറക്കുക എന്ന് പറഞ്ഞാൽ മഗ്രിബ് നമസ്കാരത്തിന് മുമ്പ് തന്നെ അങ്ങോട്ട് ഇരുന്നിട്ട് ചായ ഒരു ഭാഗത്ത് കൊണ്ടുവരുന്നു, കഞ്ഞി ഒരു ഭാഗത്ത് കൊണ്ടുവരുന്നു, ചോറ് ഒരു ഭാഗത്ത് കൊണ്ടുവരുന്നു. അങ്ങനെ എല്ലാ വിഭവങ്ങളും. പിന്നെന്താണ് ഈ ജനങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു സഹോദരൻ ചോദിച്ചതുപോലെ സമൂസയെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചതുപോലെ റമളാൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ സമൂസ കച്ചവടമാണ്. ഈ സമൂസയിൽ നിങ്ങൾ നോമ്പ് തുറക്കണം എന്ന് മറ്റേ ഹദീസിലൂടെ പറഞ്ഞതുപോലെയാണ് ആളുകൾ ഇങ്ങനെ കൊണ്ടു നടക്കുക. തെക്കൻ കേരളത്തിൽ സജീവമായിട്ട് ഇത് തന്നെ റമളാൻ നോമ്പ് തുറക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ തീ തൊട്ട ഭക്ഷണം, തീ കൊണ്ട് പാചകം ചെയ്ത ഭക്ഷണം റമളാൻ നോമ്പ് തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് കഴിക്കുന്നത് ശരീരത്തിന് വലിയ ദോഷമാണ്. നിങ്ങൾക്ക് അറിയുന്ന ഡോക്ടർമാരോട് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ മതി. പക്ഷേ എന്തായാലും നമുക്ക് ശരീരത്തിന് ദോഷമുള്ളത് കഴിക്കാനാണ് ജനങ്ങൾക്ക് ഭയങ്കര താല്പര്യം. ഇപ്പോൾ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഭക്ഷണമാണ് പൊറോട്ട എന്ന് പറയുന്ന, അല്ലെങ്കിൽ പൊറാട്ട എന്ന് പറയുന്ന സാധനം. അതൊരുപാട് പ്രശ്നമുണ്ട്, നിങ്ങൾ കഴിക്കുന്നതിന് ദോഷമാണെന്ന് ഞാൻ പറയുന്നു, നിങ്ങൾ പറയുന്നു, ഡോക്ടർമാർ പറയുന്നു, എല്ലാവരും പറയുന്നു. പക്ഷേ കണ്ടാൽ നമുക്ക് കഴിക്കാൻ തോന്നും. അതിന് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകതയാണ്. അതുപോലെ ഓരോ ഫുഡ്, ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്താണോ കഴിച്ചുകൂടാത്തത് അത് നമ്മളെ മുമ്പ് കൊണ്ടുവച്ചാൽ നമ്മൾ ആദ്യം എടുക്കുന്നത് അതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അങ്ങനെ കഴിക്കുക. അവിടെ പിന്നെ ബാങ്ക് പ്രശ്നമല്ല, മഗ്രിബ് പ്രശ്നമല്ല, ഏതായാലും നോമ്പ് ഒരെണ്ണം കിട്ടിയടെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഇരുന്നങ്ങനെ കഴിക്കലാണ്. അതൊരിക്കലും പാടില്ല. നോമ്പ് തുറക്കുക എന്ന ഒരു പുണ്യകർമ്മം ഉണ്ടല്ലോ, ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി,
നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു മനുഷ്യന് കിട്ടുന്ന സന്തോഷം വലിയ സന്തോഷം എന്നാണ്. ആ സമയത്ത് കാരയ്ക്ക, വെള്ളം, അല്പം എന്തെങ്കിലും ഒരു ചെറിയത്, ഒരു സന്തോഷത്തിന് ആരെങ്കിലും കുറച്ച് ഫ്രൂട്ട്സോ മറ്റോ കൊണ്ടുവച്ചാൽ 2-3 മിനിറ്റ് കൊണ്ട് അതൊക്കെ കഴിയും. എന്നിട്ട് നേരെ അൽഹംദുലില്ലാ നിസ്കാരത്തിന് വേണ്ടി വരാവുന്നതാണ്. അവിടെ ഇരുന്ന് എല്ലാ ഫുഡും കഴിച്ച് 10-15 മിനിറ്റൊക്കെ ഇരുന്നിട്ട് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠമായ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. നോമ്പാണെങ്കിൽ പോലും അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. അതിനൊരു പരിധിയുണ്ടല്ലോ. ഒരു പ്രധാനപ്പെട്ട സമയം നമ്മൾ ഒഴിവാക്കുന്നതിന് ഒരു പരിധിയുണ്ട് നോമ്പിനാണെങ്കിൽ പോലും. ആ പരിധിക്കപ്പുറത്തേക്ക് നമ്മൾ നമസ്കാരത്തെ പിന്തിപ്പിച്ചാൽ അത് വളരെ നമുക്ക് ദോഷം ചെയ്യും. അള്ളാഹു കാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, എല്ലാ ഭാഗത്തു നിന്നും ചില ആളുകൾ ഫോണിലൂടെ റമദാനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് വിളിച്ചു ചോദിക്കുന്നുണ്ടാവും. പക്ഷേ ആ സമയത്ത് നമ്മളൊക്കെ പകൽ യാത്രയായിരിക്കും, പ്രത്യേകിച്ച് റമദാനിൽ എന്തെങ്കിലും ക്ലാസ്സിലോ പ്രസംഗത്തിലോ ഒക്കെ ആയിരുന്നാൽ അതിന് വ്യക്തമായ മറുപടി തരാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാർക്കുള്ള സുവർണാവസരം ഈ പ്രോഗ്രാമിലേക്ക് കത്തയക്കുക എന്നത് മാത്രമാണ്. ഇൻഷാ അള്ളാഹ് എഴുതി അറിയിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹു നല്ല പ്രതിഫലം തരട്ടെ. അൽഹംദുലില്ലാ, വിശുദ്ധ റമദാനിൻ്റെ 8ാമത്തെ തറാവീഹ് നമസ്കരിച്ചിറങ്ങുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന കൂലി എന്താണ്? പ്രവാചകന്മാരിൽ ഒരുപാട് നന്മകൾ അള്ളാഹു കൊടുത്ത ഒരു പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഒരുപാട് നന്മകൾ. നമസ്കാരത്തിൽ പോലും നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്, നിർബന്ധമായ സ്വലാത്തിൽ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് ഗുണം ചെയ്തതുപോലെ ഞങ്ങളുടെ പ്രവാചകന് ഗുണം ചെയ്യണേ എന്നാണ് നമ്മൾ ദുആ ചെയ്യുക. അത്രയ്ക്ക് ശ്രേഷ്ഠനായ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബിക്ക് അള്ളാഹു കൊടുത്ത നന്മകളാണ് 8ാമത്തെ തറാവീഹ് കഴിഞ്ഞിറങ്ങുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്നത്. റമദാനിൻ്റെ 8ാമത്തെ തറാവീഹ് ആദ്യ അവസാനം വരെ നിർവഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എത്രയാണ്? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു കൊടുത്ത നന്മകളുടെ പ്രതിഫലമാണ് നമുക്ക് 8ാമത്തെ തറാവീഹ് നിസ്കരിക്കുമ്പോൾ അള്ളാഹു തരുന്നത്. മാഷാ അല്ലാഹ്, അള്ളാഹു ആ പ്രതിഫലം ഞങ്ങൾക്ക് നിഷേധിക്കരുത് റബ്ബേ. തറാവീഹ് നിസ്കരിക്കണം കൃത്യമായി, ഒന്നും മുടങ്ങരുത്, ഒന്നും മുടങ്ങാതെ കൃത്യം. അത് റമദാനിൽ അള്ളാഹു നമുക്ക് തന്ന വലിയ തൗഫീഖല്ലേ. പിന്നെ നമ്മൾ എന്തിനും മടി വിചാരിക്കണം? അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ നമ്മൾ പറഞ്ഞു വന്ന ദിക്റുകളുണ്ടല്ലോ, ഒരുപാട് ദിക്റുകൾ, ജീവിതത്തിൽ ദിക്റിൽ നിന്ന് മാറാൻ കഴിയില്ല. ദിക്റുകൾ കൂടുതൽ ചൊല്ലിയാൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്താണ്? ഇപ്പോൾ നമ്മൾ അത്തിപ്പറ്റ ഉസ്താദ് നിരന്തരം ദിക്ർ ചൊല്ലുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ, അദ്ദേഹം വിട പറഞ്ഞു പോയി, അള്ളാഹു ഖബർ സ്വർഗീയ ആരാമമാക്കട്ടെ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് മരണത്തെക്കുറിച്ചാണ്. അപ്പോൾ ദിക്റുകൾ ഒരുപാട് ചൊല്ലുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന 8ാമത്തെ പ്രതിഫലം എന്താണ്? മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ, മടങ്ങിപ്പോക്കിനെക്കുറിച്ച് ആലോചിക്കാൻ ഒരവസരം അള്ളാഹു എപ്പോഴും കൊടുക്കും. എപ്പോഴും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവന് ഷഹീദിൻ്റെ കൂലി കിട്ടുമെന്നാണ് എപ്പോഴും. അപ്പോൾ ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവർക്ക് തൻ്റെ മടക്കയാത്രയെക്കുറിച്ച് ചിന്തിക്കാനും ആലോചിക്കാനുമുള്ള അവസരങ്ങൾ അള്ളാഹു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ മരണത്തെക്കുറിച്ച് അവനിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. അതുതന്നെ വലിയ നിഅമത്തും വലിയ അമലുമാണ്, വലിയ ഭാഗ്യമാണ്. മരണത്തെക്കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാൻ തോന്നില്ലല്ലോ. അപ്പോൾ ദിക്ർ കൊണ്ട് കിട്ടുന്ന 8ാമത്തെ അനുഗ്രഹം അതാണ്. അള്ളാഹുവെ, അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. മരണത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമല്ല, ആ ദിക്റിൽ തന്നെ അതിൻ്റെ മധുവിൽ മുങ്ങി രസിച്ചു മരിക്കാനുള്ള ഭാഗ്യം കൂടി നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. 8ാമത്തെ പകലും രാത്രിയും നിങ്ങൾ ചൊല്ലാനുള്ള ദുആ വളരെ എളുപ്പമുള്ള ദുആയാണ്. ഒറ്റ വരി ദുആ ഇത് തന്നെ ചൊല്ലിയാൽ വലിയ വലിയ പ്രാർത്ഥനകളൊക്കെ ഒരുപാട് ഹദീസുകളിലും ഒരുപാട് കിതാബുകളിലും കാണാം. പക്ഷേ അതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് നിരന്തരം ചൊല്ലാൻ പറ്റുന്ന, എല്ലാ ദിവസവും പറഞ്ഞു തരുന്നതല്ലേ, അപ്പം നിരന്തരം ചൊല്ലാൻ പറ്റുന്ന ദിക്ർ മാത്രം പറഞ്ഞു പോവാൻ. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ർസുഖ്നി സുഹ്ബത്തൽ കിറാം, അല്ലാഹുമ്മ ർസുഖ്നി സുഹ്ബത്തൽ കിറാം. വളരെ നല്ല അർത്ഥവ്യാപ്തിയായ ഒരു ഒറ്റ വരിയാണ്. അല്ലാഹുമ്മ ർസുഖ്നി സുഹ്ബത്തൽ കിറാം. അല്ലാഹുമ്മ ർസുഖ്നി, പടച്ചവനെ എനിക്ക് നൽകണമേ, സുഹ്ബത്തൽ കിറാം, ബഹുമാന്യരോടുകൂടിയുള്ള സഹവാസം. നല്ല ആദരണീയരും നല്ല ബഹുമാന്യരോടും കൂടിയുള്ള ഒരു സഹവാസം നീ എനിക്ക് നൽകണമേ. അല്ലാഹുമ്മ ർസുഖ്നി സുഹ്ബത്തൽ കിറാം, പടച്ചവനെ നല്ല ബഹുമാന്യരോടുകൂടി ആദരവുള്ളവരോടുകൂടി സഹകരിക്കാനുള്ള ഒരു സഹവാസം നീ എനിക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ർസുഖ്നി സുഹ്ബത്തൽ കിറാം, അല്ലാഹുമ്മ ർസുഖ്നി സുഹ്ബത്തൽ കിറാം. അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീക്ക് തരട്ടെ. ഇൻഷാ അള്ളാഹ് വിദ്യാഭ്യാസ പുരോഗതിയിൽ നമ്മുടെ മക്കൾ മുൻപന്തിയിലെത്തണം എന്നതാണ് നമ്മുടെ ആഗ്രഹം.
അതൊരു മത്സരമല്ല, അഭിമാനമാണ്. നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധിയും കഴിവും വിദ്യാഭ്യാസവും ഉണ്ടാക്കി കൊടുക്കുക എന്നത്. ഒരുപാട് ആളുകളെ വിദ്യാഭ്യാസ പുരോഗതിയിലേക്ക് എത്തിയവരെ നമുക്കറിയാം. ആ പുരോഗതിയുടെ പിന്നിൽ വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എല്ലാം എഴുതി അറിയിക്കുക. AM നൗഷാദ് ബാക്കവി, അൽ ബയാൻ, ദാറുൽ ഇഷ്ക്, തെന്നൂർക്കുണം, മുടപുരം PO, ചിറയിൻകീഴ്, തിരുവനന്തപുരം. ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ റമളാനിൻ്റെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ ഈ സാധുവിനെയും ഈ അൽബയാനിൽ കൂടെ സഹകരിക്കുന്നവരെയും നിങ്ങൾ ഉൾപ്പെടുത്തണം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും ദ്വാരക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയം ഇതേ പ്രോഗ്രാമുമായി മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു മുത്തുനബിയെ കാണാൻ ആഗ്രഹിച്ച് കിടന്നു. കാണാൻ കഴിഞ്ഞോ? കാണാൻ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും സംഭവിച്ചോ? ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.